നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികളെ കൈയൊഴിഞ്ഞ് മാണിയുടെ 12ാം ബജറ്റ്. പ്രവാസികൾക്ക് വകയിരുത്തിയത് 12 കോടി രൂപ മാത്രം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കർഷകർക്ക് ആനുകൂല്യങ്ങൾ. വാഹനവിലയും യാത്രാച്ചെലവും കുത്തനെ കൂടും. കെട്ടിട നിർമ്മാണ മേഖലയ്ക്കും തിരിച്ചടി. KSRTCക്കും ഊർജ്ജ മേഖലയ്ക്കും പ്രത്യേക പരിഗണന. ജനാഭിലാഷത്തിനൊപ്പം നിൽക്കുന്ന ബജറ്റെന്ന് മന്ത്രി KM മാണി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊള്ള ബജറ്റെന്ന് പ്രതിപക്ഷം. സിറിയൻ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനുള്ള ജനീവ ചർച്ചയിൽ അനിശ്ചിതത്വം നീങ്ങുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് UN മധ്യസ്ഥൻ ലഗ്ദർ ബ്രാഹ്മി. സമാധാന കരാറിന് പകരം പ്രാദേശിക വെടിനിർത്തൽ കരാറിന് വേണ്ടി ശ്രമം. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമം UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കി. നടപ്പിലാക്കുന്നത് കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ശക്തമായ നിയമം. TP കേസിലും നമോ വിചാർ ബന്ധത്തിലും CPM നിലപാടിനെ തള്ളിപ്പറഞ്ഞ് VS അച്യുതാനന്ദൻ. CBI അന്വേഷണം വേണമെന്ന KK രമയുടെ ആവശ്യത്തിന് പിന്തുണ. കുറ്റക്കാർ പാർട്ടിയിലുണ്ടാകരുത്. നമോ വിചാർ മഞ്ചുകാർ മോദിയുടെ ആൾക്കാരെന്നും VS. നാളെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് MA ബേബി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടം മുറുകുന്നു. 877 പോയിന്റുമായി പാലക്കാട് 1ാം സ്ഥാനത്ത്. 875 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നിൽ. തൃശൂർ 3ാം സ്ഥാനത്ത്. കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി ധനമന്ത്രി KM മാണിയുടെ 12ാം ബജറ്റ്. കേരളത്തെ ഹൈടെക് കാർഷിക സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രഖ്യാപിക്കുന്നു. മദ്യം, വാഹനം, ടെക്സ്റ്റൈൽസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് അധിക വരുമാനം ലക്ഷ്യമാക്കുന്നത്. 1.5% റവന്യൂ കമ്മിയും 3.1% ധനക്കമ്മിയുമുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. കാർഷിക ഇൻഷുറൻസ് പദ്ധതി, വരുമാനം ഉറപ്പു നൽകൽ പദ്ധതി, പോളി ഹൌസ് ഫാമിംഗ്, അഗ്രി കാർഡ് തുടങ്ങി വിവിധ പദ്ധതികളാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കർഷകർക്ക് 90% സർക്കാർ പ്രീമിയത്തോടുകൂടി ഇൻകം ഗ്യാരണ്ടിയും വില നിർണയ അവകാശവും. ഊർജ്ജ മേഖലയിൽ അധിക വൈദ്യുതി ഉൽപാദനത്തിന് സൗരോർജ്ജം, വാതകാധിഷ്ഠിത പദ്ധതികൾ നടപ്പാക്കുന്നതിന് 1370 കോടി അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 629 കോടി രൂപയും KSRTCക്ക് പ്രത്യേക സഹായമായി 150 കോടി രൂപയും നീക്കിവച്ചു. കോർപ്പറേഷൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി പരിഗണിച്ച് പ്രത്യേക സഹായമായി 150 കോടി രൂപ കൂടി അനുവദിക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിന് 1044 കോടി രൂപയും പട്ടികവർഗ ക്ഷേമത്തിന് 460 കോടി രൂപയും അനുവദിച്ചു. മദ്യത്തിന് 10% അധിക നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ 400 കോടി രൂപ അധിക വരുമാനം ലക്ഷ്യമാക്കുന്നു. മോട്ടോർ വാഹനങ്ങളുടെ ടാക്സ് വർധനയാണ് വരുമാന വർധനയ്ക്കുള്ള മറ്റൊരു സ്രോതസ്സായി കാണുന്നത്. തുണിത്തരങ്ങളുടെ വിറ്റുവരവ് വർധനയിലൂടെ 100 കോടി വരുമാനവും ഭക്ഷ്യ എണ്ണകളുടെ നികുതി വർധനയിലൂടെ 80 കോടി രൂപയും പ്രതീക്ഷിക്കുന്നു. പെൻഷൻ, ക്ഷേമ പദ്ധതികളിൽ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് ബജറ്റിനെ ജനപ്രിയമാക്കാനും ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. നടപ്പുവർഷത്തേക്കാൾ 7010 കോടിയുടെ അധിക വിഹിതം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതാണ് കമ്മി വർദ്ധിക്കാൻ കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. മാണിയുടെ 12ാം ബജറ്റ് പ്രവാസികൾക്ക് സമ്മാനിച്ചത് നിരാശയാണ്. സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്ക് വേണ്ടി വകയിരുത്തിയത് 13 കോടി രൂപ മാത്രം. അതേസമയം 2012-13 സാമ്പത്തിക വർഷത്തിൽ പ്രവാസികൾ വഴി സംസ്ഥാനത്തിന് ലഭിച്ചത് 65,000 കോടി രൂപയുടെ വരുമാനമാണ്. 14ാം ധനകാര്യ കമ്മീഷന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന ആവശ്യം നിത്താഖാത്ത് മൂലം തൊഴിൽരഹിതരാകുന്ന പ്രവാസികളുടെ പുനരധിവാസമായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം പ്രവാസികൾ വഴി കേരളത്തിനുണ്ടായ വരുമാനം 65,000 കോടി രൂപയിലധികമാണെന്നാണ് സർക്കാർ പുറത്തിറക്കിയ എക്കണോമിക് സർവേ പറയുന്നത്. സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തേക്കാൾ അധികമാണ് പ്രവാസികൾ കേരളത്തിന് നൽകുന്നത്. ബജറ്റ് പ്രവാസികളെ നിരാശപ്പെടുത്തുന്നതാണല്ലോ എന്ന ചോദ്യത്തിന് എല്ലാം ബജറ്റിൽ വകയിരുത്താനാവില്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. പ്രവാസികളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ കേവലം 13 കോടി 35 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതിക്കായി അനുവദിച്ചത് വെറും 10 കോടി രൂപ. നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള 11.5 ലക്ഷം പ്രവാസികളുടെ പുനരധിവാസത്തിനാണ് കേവലം 10 കോടി രൂപ നീക്കിവെച്ചത്. ബാക്കി 3 കോടി 35 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നത് സെമിനാർ, പരിശീലന പരിപാടി, ബോധവൽക്കരണം, ഡാറ്റാ ബാങ്ക് എന്നിവയ്ക്കായാണ്. സമഗ്രമായ ഒരു പാക്കേജ് പോലും പ്രവാസികൾക്കായി ബജറ്റിലില്ല. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്ക് വീണ്ടും ക്രൂരമായ അവഗണന. ക്ഷേമ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, നാട്ടിലേക്ക് അയക്കുന്ന പണം വിനിയോഗിക്കാവുന്ന നിർദ്ദേശം പോലും ബജറ്റിലില്ല. അവഗണനയിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുകയാണ് ഗൾഫ് പ്രവാസികൾ. 1 ലക്ഷം കോടിയുടെ പൊതുകടവും കടുത്ത റവന്യൂ കമ്മിയും നേരിടുന്ന കേരളത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്.
എന്നിട്ടും സംസ്ഥാന ബജറ്റിൽ പ്രവാസിക്ക് പുല്ലുവില. പതിവ് ഡാറ്റാ ബാങ്കും തൊഴിൽ പരിശീലന ബോധവൽക്കരണ പല്ലവികൾ മാത്രമാണ് ധനമന്ത്രി KM മാണി ബജറ്റിൽ ആവർത്തിച്ചത്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള ജനതകൾ പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ഈ ബഡ്ജറ്റിലുള്ളത്? ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നതും ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നതും കേരളത്തിലേക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ പണ്ട് മുതലുള്ള വാഗ്ദാനങ്ങൾ ഒന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് വളരെ നിരാശാജനകമാണ്. എന്തെങ്കിലും പ്രൊവിഷൻ കണ്ടെത്തിയേ തീരൂ. പക്ഷേ അത് ഇനിയുള്ള പ്രൊവിഷനിൽ ചർച്ചകളിലോ വരുമെന്ന് പ്രതീക്ഷിക്കാനും യാതൊരു തരത്തിലുള്ള വകയും കാണുന്നില്ല. ഇടത്തരം വരുമാനക്കാരായ പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിക്കായി പ്രവാസി ബന്ധു ട്രസ്റ്റും മറ്റും സമർപ്പിച്ച നിർദ്ദേശവും ചവറ്റുകൊട്ടയിൽ പോയി. വെറും വനം വന്യജീവി വികസനത്തിന് വേണ്ടിയിട്ട് 150 കോടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ ഒരു പകുതിയെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നന്നായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയോടെ ഞങ്ങൾ ഇരുന്നിരുന്നത് ഈ ഒരു ബജറ്റ്. പക്ഷേ ഒന്നും കാണാൻ സാധിച്ചില്ല. വളരെയധികം സങ്കടമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 3ാം ബജറ്റ് പ്രവാസികളെ വെറും 3ാം കിട പൗരന്മാരായി പോലും പരിഗണിച്ചില്ലെന്ന പ്രതിഷേധമാണ് ഗൾഫിലെങ്ങും. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. നിത്താക്കാത്ത് മൂലം ആയിരങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റിൽ നിരവധി പദ്ധതികളാണ് സൗദിയിലെ പ്രവാസികൾ പ്രതീക്ഷിച്ചത്. പ്രവാസികളോട് സൗദി സർക്കാർ പ്രകടിപ്പിച്ച അനുകമ്പയുടെ 100-ൽ 1 പോലും പ്രകടിപ്പിക്കാൻ ബജറ്റിന് സാധിച്ചില്ലെന്നാണ് സംഘടനകളുടെ വിമർശനം. പ്രവാസികളോടുള്ള അവഗണനയുടെയും നന്ദികേടിന്റെയും ഒടുവിലത്തെ ഉദാഹരണമായാണ് സൗദിയിലെ പ്രവാസി സംഘടനകൾ ബജറ്റിനെ വിലയിരുത്തുന്നത്. നിത്താക്കാത്ത് കാരണം മടങ്ങുന്നവരുടെ പുനരധിവാസത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഭരണകക്ഷി അനുകൂല പ്രവാസി സംഘടനകൾ അടക്കം നിവേദനം നൽകിയിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ബജറ്റിൽ കാര്യമായ പരിഗണന ഉണ്ടാകുമെന്ന് പ്രവാസികളും സംഘടനകളും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബജറ്റിൽ UDF പ്രവർത്തകരടക്കം നിരാശരാണ്. നിത്താക്കാത്ത് മൂലം മടങ്ങിയവർക്ക് നല്ല പദ്ധതികൾ മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കൽ, പ്രവാസി ഭവന പദ്ധതി പ്രഖ്യാപനം, പ്രവാസി കോർപ്പറേഷൻ, ഗ്രീവിയൻസ് സെൽ, പ്രവാസി വില്ലേജ് എന്നിവയും പ്രവാസികളുടെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ സാധാരണ പ്രവാസി വിഷയങ്ങളിലെ സംബന്ധിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടുകളിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുമില്ല. 1-2 കാര്യങ്ങൾ മാത്രം വ്യത്യാസമുണ്ട്. അത് തീർച്ചയായും അതിനെ നമ്മൾ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. പ്രവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീതികേടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റെന്ന് CPM അനുകൂല സംഘടനയായ കേളി സാംസ്കാരിക വേദി അഭിപ്രായപ്പെട്ടു. നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പകരം നാട്ടിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് വിദേശങ്ങളിലേക്ക് പോകുന്നവർക്കാണ് പരിശീലനം നൽകേണ്ടതെന്നും ആവശ്യമുയരുന്നു. മീഡിയ 1, റിയാദ്. സംസ്ഥാന സർക്കാർ ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് സന്തുലിതമാണെന്ന് വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി. കാർഷിക മേഖലയ്ക്കൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് നൽകിയ ഊന്നൽ ശ്രദ്ധേയമാണ്. മടങ്ങിവരുന്ന പ്രവാസികളെ പരിശീലകരായി നിശ്ചയിക്കാനുള്ള തീരുമാനം മികച്ച നടപടിയാണെന്നും നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. വിസ തട്ടിപ്പുകൾക്കും മറ്റുമെതിരായ മാധ്യമ പ്രചാരണ നീക്കത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രതികരണങ്ങളുമായി ആസാദ് മൂപ്പൻ, നോർക്ക ഡയറക്ടർ, നമ്മോടൊപ്പം ചേരുന്നു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ആസാദ് മൂപ്പൻ, ഇന്നത്തെ ബജറ്റിൽ പൊതുവെ പ്രവാസികൾ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? പ്രവാസികളെ പ്രതീക്ഷിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ബജറ്റിൽ വന്നിട്ടില്ല. പക്ഷെ certain things നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ജനറലി എനിക്ക് തോന്നുന്നത് കുറേയും കൂടി ഒരു സ്ട്രെസ് പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് തോന്നുന്നത്. ഈ ഒരു പണ്ട് മുതൽ പറഞ്ഞിരുന്ന ഇപ്പോൾ ഈ ഒരു പ്രവാസി തിരിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, അതിൻ്റെ ഒരു വ്യാപിപ്പിക്കൽ, അതേപോലെ തന്നെ മറ്റ് പലതും പരിപൂർണമായി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കേണ്ടതായിരുന്നു പ്രവാസി കാര്യങ്ങൾ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീ ആസാദ് മൂപ്പൻ, 12 കോടി രൂപയാണ് ഈ ബജറ്റിൽ പ്രവാസികൾക്കായി ചെലവഴിച്ചിരിക്കുന്നത്, നീക്കിവെച്ചിരിക്കുന്നത്. എന്നാൽ പ്രവാസികളിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനമാകട്ടെ 65,000 കോടിയാണ്. ഈ അന്തരം പ്രവാസികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിലപാടിന്റെ അവഗണനയുടെ ഒരു വ്യക്തമായ ചിത്രം നൽകുന്നില്ലേ? ശരിക്കും ഞാൻ ഈ മുൻപ് പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ശരിക്കും കുറച്ചുകൂടി ഒരു ഫോക്കസ് കൊടുക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ നിന്നുള്ള തിരിച്ചുവരവ്, അതൊക്കെ വെച്ചിട്ട് കുറേയും കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ട്
ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി പ്രവാസികളുടെ, പ്രത്യേകിച്ച് താഴെക്കടയിലുള്ള സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ള പ്രവാസികൾ, തിരിച്ചു വരുന്ന പ്രവാസികൾ, അവരുടെ കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിന് മുമ്പ് നോർക്കയിൽ നിന്നും വ്യവസായികളുടെ ഭാഗത്തു നിന്നും സർക്കാരിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും ഒരു പദ്ധതികൾ മുമ്പിൽ വെച്ചിരുന്നോ നിങ്ങൾ? സർക്കാരിന്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു കാര്യം, ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ, ഇപ്പോൾ ഒരു 60 വയസ്സോട് കൂടിയിട്ടൊക്കെ തിരിച്ചു വരുന്ന അധിക പേർക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം, അവരുടെ ഈ ഒരു തിരിച്ചു വന്നാലുള്ള അവരുടെ ഒരു ഹെൽത്ത് കെയർ, അത് വലിയൊരു ഇഷ്യൂ ആണ്. പലരും തന്നെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. വലിയ എമൗണ്ട്, കാർഡിയാക് പ്രോബ്ലം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിഡ്നി പ്രോബ്ലം, ജോയിന്റ്സിനുള്ള അതേപോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ക്യാൻസർ തുടങ്ങിയ അതേമാതിരിയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പ്രവാസികൾ 2-3 ലക്ഷം രൂപ ചിലപ്പോൾ ആവശ്യം വരുന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കടത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ച, പലപ്പോഴും കൈനീട്ടേണ്ടി വരുന്ന ഒരു കാഴ്ച തന്നെ കാണാറുണ്ട്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം, അത് കുറച്ച് ഇപ്പോഴുള്ള ഇൻഷുറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടി ലാർജർ എമൗണ്ട്സ് കൊടുക്കാവുന്ന ഒരു സ്കീം ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് ഇനിയും ഫോളോ അപ്പ് ചെയ്യും. ഇപ്പൊ ഇതിന്റെ ഒരു അവസാനമല്ല. ഇപ്പൊ നോർക്കയുടെയും മറ്റും ഒക്കെയുള്ള, ഞാനിപ്പോ നോർക്കയിൽ ഡയറക്ടറാണ്, ഞാൻ മറുഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഞങ്ങളൊക്കെ നോക്കേണ്ടതായിരുന്നു. ആ തെറ്റ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു കാര്യത്തിൽ കുറേം കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ശ്രീ ആസാദ് മൂപ്പൻ, താങ്കൾ കേട്ടോ എന്നറിയില്ല, യൂസഫ് അലി, അദ്ദേഹം നോർക്കയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്, ബജറ്റ് സന്തുലിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അല്ല, സന്തുലിതമാണെന്ന് പറഞ്ഞാൽ പ്രവാസികളെ കുറിച്ച് പറഞ്ഞതായിരിക്കില്ല, ബാക്കിയുള്ള പല നിലയിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കാര്യമായ ഫോക്കസ് ഹെൽത്ത് കെയറിൽ ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നല്ല ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നിലയിലൊക്കെ ഉള്ള പല സന്തുലിതാവസ്ഥയും ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നിതാക്കാത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റാണ്. ഏറ്റവും കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നത് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് പുനരധിവാസത്തിന് ഒരു വലിയ പദ്ധതി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. ഈ ബജറ്റിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പുനരധിവാസത്തെക്കുറിച്ച് ഈ ബജറ്റ് നിശബ്ദമാണ്. അല്ല, ഈ കാര്യത്തില് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടി ഒരു ഫോക്കസ് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ ഈ പറയുന്ന ഒരു അഭിപ്രായത്തിൽ ഭാഗികമായിട്ട് യോജിക്കുന്നു. കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കേണ്ടതാണ്. അതിൽ ഞാൻ സ്വയം തന്നെ അതിന്റെ ഒരു ഭാഗികമായിട്ടൊരു ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കുന്നു. കാരണം ഞാൻ നോർക്കയുടെ ഒരു ഡയറക്ടറാണ്. അപ്പോ കുറച്ചുകൂടി ഈ ഒരു ബജറ്റ് വരുന്നതിന്റെ മുമ്പ് ഞങ്ങളൊക്കെ തന്നെ ഇത് ശരിക്ക് പ്രസന്റ് ചെയ്യേണ്ടായിരുന്നു. ആ ഒരു കാര്യം പറ്റിയിട്ടില്ല. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. വി വിൽ ഹാവ് ഇനിയും ഓപ്പർച്യൂണിറ്റി. ഈ അടുത്ത ബജറ്റൊന്നും കാത്തിരിക്കാതെ തന്നെ മറ്റു നിലയിലുള്ള ഫണ്ടിങ് ഒക്കെ വരുത്തിക്കൊണ്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ ഈ ഒരു തിരിച്ചു വരുമ്പോഴുള്ള ഈ ബജറ്റിനോടൊക്കെ ബന്ധപ്പെടുത്തിയ ഒരു കാര്യമല്ലാതെ ഭംഗിയായ രീതിയിൽ ഈ ഒരു നിതാക്കാത്ത കാര്യം തിരിച്ചു വരുന്ന ആൾക്കാർ അവിടെ പോയി ഇപ്പൊ അവിടുത്തെ എംബസിയുടെ പ്രവർത്തനം, അതിനുശേഷം തിരിച്ചു വരാനുള്ള സൗകര്യം, ആൾക്കാർ ജയിലിൽ പെടാതെ തിരിച്ചെത്തി വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവിടെ പെട്ടുപോയത്. അതിനെ നമ്മൾ ശരിക്ക് കേരള ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ അഭിനന്ദിക്കണം. പക്ഷേ ഈ ഒരു ബജറ്റിന്റെ കാര്യത്തിൽ ചെറിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യായിരുന്നു. ആസ് യു സെഡ്, ആ തിരിച്ചു വരുന്ന ആൾക്കാർക്കുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കായിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. നന്ദി ആസാദ് മൂപ്പൻ പ്രതികരിച്ചതിന്. പ്രവാസികൾ പൊതുവിൽ നമ്മുടെ ബജറ്റിൽ പ്രവാസികൾക്കായി നൽകിയ പങ്കിനെക്കുറിച്ച് നിരാശരാണ്. അതേ നിരാശ തന്നെയാണ് താങ്കളും പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധം ചർച്ച ചെയ്യുന്ന ജനീവ സമാധാന ചർച്ചകളിൽ വഴിത്തിരിവ്. ഇടക്കാല സർക്കാർ രൂപീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്നറിയിച്ച പ്രതിപക്ഷ സഖ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി UN സമാധാന ദൂതൻ ലക്തർ ബ്രാഹ്മി അറിയിച്ചു. നാളെ ഇരുപക്ഷവും ചർച്ചയിൽ പങ്കെടുക്കും. മണിക്കൂറുകൾ നീണ്ട അനുനയ ചർച്ചകൾക്ക് ശേഷമാണ് ഇരുപക്ഷവും ചർച്ചകൾക്ക് വഴങ്ങിയത്. നേരത്തെ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് സിറിയൻ ഭരണകൂട പ്രതിനിധികൾ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. അല്ലമീൻ, തൊട്ടുമുൻപ് വരെ ഈ ചർച്ച അനിശ്ചിതത്തിലാണ്. ചർച്ചയിൽ ഇരുപക്ഷത്തെയും പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നാടകീയമായി ഇരുപക്ഷവും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വഴിത്തിരിവിലേക്ക് വന്നത്? പ്രതിപക്ഷ സഖ്യം അസദിനെ പുറത്താക്കിയാൽ മാത്രമേ, അസദ് അധികാരം വിട്ടൊഴിഞ്ഞാൽ മാത്രമേ ചർച്ചയ്ക്ക്
തയ്യാറുള്ളൂ, ചർച്ചയ്ക്ക് തങ്ങളുള്ളൂ എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ നിലപാടിൽ നിന്ന് അവർ പിന്നോക്കം പോയത് തന്നെയാണോ ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തിച്ചത്? അലമി മുഹാജിർ കഴിഞ്ഞ 3 ദിവസമായി നീണ്ടുനിന്ന ആശങ്കകൾക്ക് ചെറിയ തോതിലുള്ള പരിഹാരമായിരിക്കുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അത് വിദൂരമല്ല എന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം സിറിയയിലെ ആഭ്യന്തര പ്രശ്നത്തിന് പരിഹാരം തേടി അന്താരാഷ്ട്ര സമാധാന സമ്മേളനം ജനീവയിൽ കഴിഞ്ഞ 3 ദിവസമായി നടക്കുകയാണ്. സിറിയയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു സമ്മേളനം തുടങ്ങിയത്. എന്നാൽ പ്രത്യാരോപണങ്ങളുമായി സിറിയൻ ഭരണ പ്രതിപക്ഷ സഖ്യങ്ങൾ ജനീവ വേദിയിലും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ചർച്ചകൾ വഴിമുട്ടുമെന്നുള്ളൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ചർച്ചകൾ വഴിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ വരെ നിലനിന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതീക്ഷകൾക്ക് വക നൽകിക്കൊണ്ട് ഇരുവിഭാഗവും തമ്മിൽ മുഖാമുഖ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. UN അറബ് സമാധാന ദൂതൻ ലഗ്ദർ ബ്രാഹ്മി സിറിയയിലെ ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇരുവിഭാഗവും മുഖാമുഖ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നം സങ്കീർണമായതിനു ശേഷം, സിറിയയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായതിനു ശേഷം ഭരണ പ്രതിപക്ഷ സഖ്യങ്ങൾ ഒരേ വേദിയിൽ ഒരുമിക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജനീവ സമ്മേളനത്തിലാണ്. ആ വേദിയിൽ വെച്ച് തന്നെ ഇരുപക്ഷവും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് മുഖാമുഖ ചർച്ചയ്ക്ക് തയ്യാറാണ്. അതിനുള്ള സന്നദ്ധത അറിയിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം രാജ്യത്ത് പ്രശ്നം രൂക്ഷമായതിനു ശേഷം 1.5 ലക്ഷത്തോളം ആളുകളാണ് സിറിയയിൽ മരണപ്പെട്ടത്. അതുപോലെ തന്നെ 9.5 മില്യണിലധികം ആളുകൾ അഭയാർത്ഥികളാവുകയും വിവിധ രാജ്യങ്ങളിൽ നരകയാതന അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം രൂക്ഷമായതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര സംഘങ്ങൾ, അതുപോലെ ലോകരാഷ്ട്രങ്ങൾ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. എന്നാൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ തലപ്പത്ത് ബഷറുൽ അസദ് തുടരുന്നിടത്തോളം കാലം സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഷറുൽ അസദ് ഭരണ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം മാത്രമേ ചർച്ചകൾക്ക് തയ്യാറാവൂ എന്നുള്ള വളരെ കർശനമായ, വളരെ കടുത്തൊരു നിലപാടായിരുന്നു സിറിയയിലെ പ്രതിപക്ഷങ്ങൾ ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ അധികാരം ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു കടുത്ത നിലപാട് ഭരണപക്ഷവും തുടർന്നു. ഇതോടുകൂടി ഭരണ പ്രതിപക്ഷ സഖ്യങ്ങൾ തമ്മിലുള്ള പോര് മുറുകുകയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിനായി ജനീവയിൽ ചേർന്ന സമ്മേളനത്തിലും പരസ്പര പ്രത്യാരോപണങ്ങൾ ഇരുകൂട്ടരും ഉന്നയിക്കുകയായിരുന്നു. സിറിയയിൽ 1.5 ലക്ഷത്തിലധികം ജനങ്ങൾ മരണപ്പെടുന്നതിന് കാരണം അസദിൻ്റെ ഭരണത്തിന് കീഴിലുള്ള തീവ്രവാദമാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഇത്തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്നൊരു ഭീഷണി ഭരണകക്ഷിയും മുഴക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സമാധാന കരാറിന് പകരം, സ്ഥായിയായ ഒരു സമാധാന കരാറിന് പകരം വെടിനിർത്തൽ കരാർ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? മുഹാജിർ, ഇത് തന്നെയാണ് വളരെ വ്യക്തമായ, വളരെ വിപുലമായ ഒരു സമാധാന ചർച്ചകൾക്കല്ല ഇരുകൂട്ടരും തയ്യാറായിരിക്കുന്നത്. ഇരുകൂട്ടരും മുഖാമുഖ ചർച്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് എങ്കിലും പ്രശ്നപരിഹാരം സാധ്യമാണ് എന്നത് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്നല്ലാതെ അത് പൂർണ്ണമാകുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം ചെറിയ തോതിലുള്ള വിട്ടുവീഴ്ചകൾക്കാണ് ഇരുകൂട്ടരും തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഭരണ പ്രതിപക്ഷ സഖ്യാംഗങ്ങൾ മണിക്കൂറുകൾ നീണ്ട അനുനയ ചർച്ചകൾക്കൊടുവിലാണ് ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയതിന്. ജനീവയിൽ നടക്കുന്ന സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജനീവ ചർച്ചയിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇരുപക്ഷവും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുവാൻ, ചർച്ച ചെയ്യുവാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യം അസദ് അധികാരമൊഴിഞ്ഞാൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ സഖ്യം ആ നിലപാടിൽ നിന്ന് അയവ് വരുത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതാണ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അല്ലമി. ന്യൂസ് ഡെസ്കിൽ നിന്ന് മറ്റൊരു വാർത്തയിലേക്ക്. UAE-യിൽ കുട്ടികളുടെ അവകാശം സംരക്ഷണ നിയമം ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കി. കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നിയമ നടപടിയാണ് ഈ നിയമം വഴി നടപ്പിലാകാൻ പോകുന്നത്. പൊതു സ്വകാര്യ വാഹനങ്ങളിലോ കാറിലോ അടച്ചിട്ട സ്ഥലങ്ങളിലോ കുട്ടികൾ ഉള്ളപ്പോൾ പുകവലിക്കുന്നവർക്ക് ചുരുങ്ങിയത് 5000 ദിർഹം പിഴ ലഭിക്കും. കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങളോ മദ്യമോ വിൽക്കുന്നവർക്ക് ചുരുങ്ങിയത് 15000 ദിർഹം പിഴയും 1 മുതൽ 3 വർഷം വരെ തടവും ലഭിക്കും. രാജ്യത്ത് ആദ്യമായാണ് കുട്ടികളുടെ അവകാശ നിയമം ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കിയത്. ദേശീയതയോ മതമോ പരിഗണിക്കാതെ 18 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും. മോശം പെരുമാറ്റത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിൽ സംവിധാനം കൊണ്ടുവരാൻ നിയമം നിർദ്ദേശിക്കുന്നു. കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രക്ഷിതാക്കളുടെയോ കോടതിയുടെയോ അനുമതിയില്ലാതെ കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് ചൈൽഡ് കെയർ സ്പെഷ്യലിസ്റ്റുകൾക്ക് അനുവാദമുണ്ട്. കുട്ടികളെ മാറ്റി 24 മണിക്കൂറിനകം കോടതിയുടെ അനുമതി വാങ്ങിയാൽ മതിയാകും. ചൈൽഡ് കെയർ സ്പെഷ്യലിസ്റ്റുകളെ തടയുന്നവർക്ക് 5000 ദിർഹം മുതൽ 50000 വരെ പിഴ ലഭിക്കും. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കും കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കാണുന്നവർക്കും കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തും.
കുടുംബാംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ കുട്ടികളെ ദുരുപയോഗം ചെയ്താൽ കടുത്ത ശിക്ഷ ലഭിക്കും. ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കും കനത്ത ശിക്ഷയാണ് നൽകുക. ചുരുങ്ങിയത് 10 വർഷം വരെ തടവാണ് ശിക്ഷയായി നൽകുക. കുട്ടികളെ ഉപയോഗിച്ച് നഗ്നചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്കും പ്രസിദ്ധീകരിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും 10 വർഷം വരെ തടവ് ലഭിക്കും. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അബുദാബി. കുവൈത്തിൽ അമിത വേഗത പരിഹരിക്കുന്നതിന് റോഡുകളിൽ നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അതിർത്തി പ്രദേശമായ നുവൈസിബ് വരെ അത്യാധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിക്കാനാണ് നീക്കം. അഹമ്മദി മുതൽ നുവൈസിബ് വരെ നിലവിൽ റോഡുകളിൽ ക്യാമറകളില്ലാത്തത് അമിത വേഗതയ്ക്കും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഫെബ്രുവരി 1 മുതൽ ഈ ഭാഗങ്ങളിൽ ക്യാമറ പ്രവർത്തന സജ്ജമാകുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. UAE സർക്കാരിലും രാജ്യത്തെ ബിസിനസ് മേഖലയിലും സംരംഭകർക്കുള്ള വിശ്വാസം വളരെ കൂടുതലാണെന്ന് സർവേ റിപ്പോർട്ട്. എഡിൽമാൻ ട്രസ്റ്റ് ബാരോമീറ്ററിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള രാജ്യമാണ് UAE. 88% പേർ UAEയെ പിന്തുണച്ചു. സിംഗപ്പൂർ, ചൈന എന്നിവയാണ് തൊട്ടടുത്ത സംരംഭക സൗഹൃദ രാഷ്ട്രങ്ങൾ. സർക്കാർ നയങ്ങൾക്കും ബിസിനസ് സൗഹൃദ രാജ്യമെന്ന ലക്ഷ്യം നേടാൻ കൈക്കൊണ്ട നടപടികൾക്കും ലഭിച്ച അംഗീകാരമാണിതെന്ന് UAE ഭരണാധികാരികൾ പറഞ്ഞു. കൂട്ടായ്മയുടെ വിജയമാണിതെന്നും കൂടുതൽ വികസന പ്രക്രിയകളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒമാനിലെ വാണിജ്യ ബാങ്കുകൾ കാഴ്ചവെച്ചത് മികച്ച പ്രകടനം. മസ്കത്ത് ഓഹരി വിപണിയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം മിക്ക ബാങ്കുകളുടെയും ലാഭം കുതിച്ചുയർന്നു. ഒമാനിൽ ഇസ്ലാമിക് ബാങ്കുകളുടെ കടന്നുവരവ് പരമ്പരാഗത ബാങ്കുകളെ ബാധിക്കുമെന്ന ആശങ്ക അസ്ഥാനത്താക്കിയാണ് മിക്ക ബാങ്കുകളും നേട്ടത്തിന്റെ പട്ടിക ഓഹരി വിപണിയിൽ സമർപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കണക്ക് പ്രകാരം അഹ്ലി ബാങ്ക് മുൻ വർഷത്തേക്കാൾ 6% ലാഭമാണ് ഉണ്ടാക്കിയത്. 23 ദശലക്ഷം റിയാലാണ് അഹ്ലി ബാങ്കിന്റെ ലാഭം. വരുമാനത്തിൽ 11% വളർച്ച രേഖപ്പെടുത്തി. ബാങ്ക് ദോഫാറിന്റെ ലാഭം 54.7% ഉയർന്നു. 58.5 ദശലക്ഷം റിയാലാണ് ലാഭം. വരുമാനത്തിൽ 6.5% വളർച്ചയുണ്ടായി. 89.7 ദശലക്ഷമാണ് വരുമാനം. നാഷണൽ ബാങ്ക് ഓഫ് ഒമാൻ ഈ വർഷം ഓഹരി ഉടമകൾക്ക് 15% ലാഭവിഹിതം പണമായി നൽകാനും 10% ലാഭവിഹിതം ഓഹരിയായി നൽകാനുമാണ് തീരുമാനിച്ചത്. ബാങ്കിംഗ് രംഗത്തെ തുടക്കക്കാരായ അല്ലിസ് ഇസ്ലാമിക് ബാങ്കിന് 3 മാസത്തിനിടെ 3.2 ദശലക്ഷം നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 3.9 ദശലക്ഷം റിയാലിന്റെ സ്വത്ത് സ്വരൂപിക്കാനായി. 1.1 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപവും സമാഹരിച്ചു. മീഡിയ 1, മസ്കത്ത്. മറ്റു വാർത്തകളിലേക്ക്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദുബൈ അബുദാബി ഹൈവേയിൽ വീണ്ടും നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഷെയ്ഖ് സയ്യിദ് റോഡിൽ ഗന്തൂത്തിന് സമീപമാണ് പുലർച്ചെ 6 മണിയോടെ 20ഓളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ വഴി ആശുപത്രിയിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം റഹ ബീച്ച് പ്രദേശത്ത് 58 വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിൽ ഇന്ത്യക്കാരെ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രധാന ഹൈവേകളിൽ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് ഗതാഗത വിഭാഗം മുന്നറിയിപ്പ് നൽകി. കുവൈത്തിലെ ജാബിരിയയിൽ വീടിന് തീപിടിച്ച് സ്വദേശി യുവതിയും 3 കുട്ടികളും മരിച്ചു. 37-കാരിയായ മാതാവും 5ഉം 4ഉം 1.5 പ്രായമുള്ള കുട്ടികളുമാണ് മരണപ്പെട്ടത്. സാൽമിയയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ വിഭാഗം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈത്തിൽ അനധികൃത താമസക്കാരെ തേടിയുള്ള പരിശോധനകൾ തുടരുന്നു. ജഹറയിൽ വ്യാഴാഴ്ച രാത്രി നടന്ന റെയ്ഡിൽ ഇന്ത്യക്കാരടക്കം 100-ലേറെ വിദേശികൾ അറസ്റ്റിലായി. ജഹറ പ്രവിശ്യയിലെ പോലീസ് മേധാവി കേണൽ ഇബ്രാഹിം അൽ തറാഹിന്റെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന. താമസരേഖകൾ കൈവശമില്ലാത്തവർ, ഇക്കാമ കാലാവധി കഴിഞ്ഞവർ, ഒളിച്ചോടിയവർ തുടങ്ങിയവരാണ് അറസ്റ്റിലായത്. രേഖകളില്ലാത്ത വാഹനം ഉപയോഗിച്ചതിനും മറ്റും 11ഓളം വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതായും സുരക്ഷാവൃത്തങ്ങൾ അറിയിച്ചു. കണ്ണൂർ കക്കാട് പൊന്നുംകൈയിൽ കുനിയിൽ പരേതനായ അബ്ദുള്ളക്കുട്ടിയുടെ മകൻ സമീർ ബഹ്റൈനിൽ വാഹനാപകടത്തിൽ മരിച്ചു. 39 വയസ്സായിരുന്നു. റോഡരികിൽ കാർ നിർത്തി റേഡിയേറ്ററിൽ വെള്ളമൊഴിക്കുന്നതിനിടെ മറ്റൊരു കാർ പുറകിലിടിക്കുകയായിരുന്നു. ബഹ്റൈൻ സൗദി കോസ്റ്റ് സമീപം റഫയിലേക്കുള്ള ഹൈവേയിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാറിലുണ്ടായിരുന്ന സഹോദരി ജെസിയയ്ക്കും സഹപ്രവർത്തകൻ മനോജിനും പരിക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. സുപ്രീം കൗൺസിൽ ഓഫ് വിമനിൽ മെസ്സഞ്ചറായി ജോലി ചെയ്യുകയായിരുന്നു സമീർ. ഈജിപ്തിൽ വെള്ളിയാഴ്ചയുണ്ടായ സ്ഫോടന പരമ്പരയിൽ 5 മരണം, 70-ലേറെ പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ കെയ്റോയിലാണ് ചാവേർ ബോംബാക്രമണങ്ങൾ നടന്നത്. വിവിധയിടങ്ങളിലായി 3 സ്ഫോടനങ്ങളാണ് നടന്നത്. പ്രാദേശിക സമയം 7 മണിക്കായിരുന്നു ആദ്യ സ്ഫോടനം. കെയ്റോയുടെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഇത്. ഇവിടെ 4 പേർ കൊല്ലപ്പെട്ടു.
കാറിലെത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒന്നാമത്തെ സ്ഫോടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ മെട്രോ സ്റ്റേഷനിൽ സ്ഫോടനമുണ്ടായി. ഇവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിനെ പുറത്താക്കിയ ജനകീയ വിപ്ലവത്തിന്റെ 3ാം വാർഷികം ആചരിക്കാനിരിക്കെയാണ് ഈ സ്ഫോടനങ്ങൾ. സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഉക്രൈനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. തലസ്ഥാനമായ കീവിൽ ജനങ്ങൾ സൈന്യവുമായി ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ നഗരത്തിൽ പലയിടത്തും റോഡുകൾ ഉപരോധിച്ചു. പ്രതിപക്ഷ നേതാവ് ക്ലിച്ച്കോയുമായി പ്രസിഡന്റ് യാനുക്കോവിച്ച് ചർച്ച നടത്താനിരിക്കെയാണ് പ്രതിഷേധം രൂക്ഷമായത്. പുതിയ പ്രക്ഷോഭങ്ങളിൽ ഇതിനകം 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുനീഷ്യയിലെ പുതിയ ഭരണഘടനയിലെ അന്തിമ ഖണ്ഡികകൾക്ക് നാഷണൽ അസംബ്ലി അംഗീകാരം നൽകി. പുതിയ ഭരണഘടന നാളെ അസംബ്ലിയിൽ വോട്ടിനിടും. ഏകാധിപതി സൈനുൽ ആബ്ദീൻ ബിൻ അലിയെ താഴെയിറക്കിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ 3ാം വാർഷികത്തിലാണ് പുതിയ ഭരണഘടന നിലവിൽ വരുന്നത്. ഏറെക്കുറെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഭരണകക്ഷിയായ അന്നഹദ പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെ അസംബ്ലിയിൽ ഭരണഘടന പാസാക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന അന്നഹദ ജനാഭിപ്രായം മാനിച്ച് ഇടക്കാല സർക്കാർ രൂപീകരിച്ച ശേഷമാണ് ഭരണഘടന രൂപീകരിച്ചത്. ഭരണഘടന പാസാക്കിയ ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. 2 വ്യത്യസ്ത കൊലക്കേസുകളിൽ 2 മലയാളികൾക്ക് അബുദാബി അപ്പീൽ കോടതിയും ക്രിമിനൽ കോടതിയും വധശിക്ഷ വിധിച്ചു. വധശിക്ഷ ലഭിച്ച മലയാളികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. 12 വയസ്സുള്ള കുട്ടിയെ ബോധപൂർവം കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് അബുദാബി അപ്പീൽ കോടതി മലയാളി യുവാവിന് വധശിക്ഷ വിധിച്ചത്. താനുമായി ബന്ധമുണ്ടായിരുന്ന ഇന്തോനേഷ്യൻ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ സഹപ്രവർത്തകനായ മലയാളിയെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇവർക്ക് ഉയർന്ന കോടതിയിൽ അപ്പീൽ പോകാൻ അവസരമുണ്ടാകും. മറ്റു ചില കേരള വാർത്തകൾ. CPM നേതൃത്വത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വീണ്ടും രംഗത്തെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലും കണ്ണൂരിൽ BJP വിട്ടവരെ പാർട്ടിയിൽ ചേർക്കുന്നതിലുമാണ് അദ്ദേഹം എതിരഭിപ്രായം പറഞ്ഞത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്ന KK രമയുടെ ആവശ്യത്തോട് യോജിപ്പാണെന്നും VS പറഞ്ഞു. TP വധക്കേസിൽ P മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെറുതെ വിട്ടതോടെ CPM-നെതിരായ ഗൂഢാലോചന പൊളിഞ്ഞുവെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും അവകാശപ്പെട്ടത്. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ഗൂഢാലോചന വെളിപ്പെടുത്താൻ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന RMPക്കും KK രമയ്ക്കും ഒപ്പമാണ് താനെന്ന് VS വ്യക്തമാക്കുന്നു. TP ചന്ദ്രശേഖരന്റെ പാവപ്പെട്ട വിധവ രമ ശരിയായ വിധത്തിലുള്ള ആളുകളെ കേസിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ആ പാവപ്പെട്ട വിധവയുടെ അഭിപ്രായം ആരും മാനിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണൂരിൽ നമോ വിചാർ മഞ്ച് പ്രവർത്തകരെ CPM-ൽ ചേർക്കുന്നതിനെയും VS എതിർക്കുന്നു. മോദിയുടെ ആളുകളുമായി പാർട്ടി സഹകരിക്കുന്നത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP-യുമായി കൈകോർത്ത അനുഭവം ആവർത്തിക്കാനിടയാക്കുമെന്ന് VS മുന്നറിയിപ്പ് നൽകുന്നു. ഒരിക്കൽ മോഡിയുടെ ഭരണം പേറുക, അതിനുശേഷം ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് വരാൻ പോവുക. ഇത്തരം അവസരവാദികളായിട്ടുള്ള ആളുകളോട് അടുക്കുന്നത് നന്നായിരിക്കുമോ എന്നുള്ളത് ജനങ്ങൾ ഗൗരവമായി ചിന്തിക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ തുടങ്ങാനിരിക്കെയാണ് VS പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. നമോ വിചാർ മഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. VS PBക്ക് കത്തയച്ചത് സംബന്ധിച്ച് അറിയില്ലെന്നും ബേബി കണ്ണൂരിൽ പറഞ്ഞു. നാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ വരും. 15ാമത് ദുബൈ മാരത്തണിൽ എത്യോപ്യൻ മേധാവിത്വം. എത്യോപ്യയുടെ 18-കാരൻ സെഗായെ മെക്കാനൻ ആസിഫയാണ് ഏറ്റവും വേഗമേറിയ താരം. 2 മണിക്കൂർ 4 മിനിറ്റ് 2 സെക്കൻഡ് നേരം കൊണ്ടാണ് ആസിഫ നിശ്ചിത ദൂരം പിന്നിട്ടത്. $2 ലക്ഷം സമാന തുക. വനിതാ വിഭാഗത്തിൽ എത്യോപ്യയുടെ തന്നെ മൂല സെബോക്ക സെയ്ഫു മുന്നിലെത്തി.